എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്തുകാർ ക്രിസംഖികളാണോ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ഞാൻ സംസാരിച്ചിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സ്നേഹിതർ എന്നെ വിളിക്കുകയും കുറച്ചധികം വിശദീകരണങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ സംഘികൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് അല്ല എന്നും, പെന്തക്കോസ്റ്റിനകത്ത് മൊത്തത്തിൽ ഒരു ധാരണ, ഇന്നയാൾക്ക് വോട്ടിടണം എന്നൊരു ധാരണ ഒരു കാലത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്നും ഞാൻ പരാമർശിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരു പാർട്ടിക്ക് സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ ഓരോ വ്യക്തികളെയും സ്വാധീനിക്കാൻ കഴിയണം. അവരുടെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയണം. അല്ലാതെ മറ്റിതര മതങ്ങളെ പോലെയോ മറ്റിതര ജാതി സമ്പ്രദായങ്ങളെ പോലെയോ ഒരാളെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ കൂട്ടത്തെ പെന്തക്കോസ്റ്റിൽ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത്. അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നു. കാരണം സംഘികൾ നിശ്ചയമായും പെന്തക്കോസ്റ്റുകാർ അവർക്ക്, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ പെന്തക്കോസ്റ്റുകാർ അവർക്ക് വോട്ട് കൊടുക്കുമെന്ന ധാരണയിൽ പാസ്റ്റർമാരെ വീട്ടിൽ ചെന്ന് കാണുകയും അവർക്ക് ഉടുപ്പ് മേടിച്ചു കൊണ്ടു കൊടുക്കുകയും ക്രിസ്മസിന് കേക്ക് കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അച്ഛന്മാർ വോട്ടിടുമോ എന്നെനിക്കറിയില്ല. അച്ഛന്മാർ പറഞ്ഞു എന്ന കാരണത്താൽ അവരുടെ കുഞ്ഞാടുകളും വോട്ടിടുമോ എന്നെനിക്കറിയില്ല. ഞാൻ പെന്തക്കോസ്തുകാരുടെ കാര്യമാണ് പ്രധാനമായും സംസാരിക്കുന്നത്. പെന്തക്കോസ്തുകാർ BJPക്ക് ചാടിക്കയറി വോട്ടിടാനുള്ള സാധ്യത തുലോം കുറവാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട അവരോട് ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ സംഘപരിവാറിൽ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് RSS ആണ്. RSS ഇപ്പോൾ 2025 ആകുമ്പോൾ അവരുടെ 100ാം വാർഷികം കൊണ്ടാടുകയാണ്. RSS എന്ന സംഘടന പോപ്പുലർ ഫ്രണ്ട് പോലെ 3 പ്രാവശ്യം നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഗാന്ധിയെ കൊലപ്പെടുത്തിയതിൽ നാഥുറാം വിനായക് ഗോഡ്സെ വഹിച്ച പങ്ക് മുൻനിർത്തിക്കൊണ്ട് അതിന്റെ സൂത്രധാരർ എല്ലാവരും തന്നെ RSSകാരായിരുന്നത് കൊണ്ട് RSS എന്ന സംഘടനയെ ഒരിക്കൽ നിരോധിച്ചതാണ്. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർക്കുന്നതിനോട് ബന്ധപ്പെട്ടും ഒരിക്കൽ നിരോധിച്ചതാണ്. ഇങ്ങനെ 3 പ്രാവശ്യം RSS എന്ന സംഘടനയെ ഭീകരവാദ സംഘടനയായി മനസ്സിലാക്കി, രാജ്യത്തിനത് ദ്രോഹമുണ്ടാക്കുന്ന സംഘടനയായി മനസ്സിലാക്കി അതിനെ നിരോധിച്ചതാണ്. പിൽക്കാലത്ത് അത് ജീവൻ പ്രാപിച്ച് പിന്നെയും കയറി വന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് RSSന്റെ പ്രധാന വ്യക്തികൾ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇതിനെ ഒരു മതേതര രാഷ്ട്രമാക്കി നിർത്തുന്നതിൽ ഗാന്ധി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാനെ അവർ മതരാഷ്ട്രമാക്കി വിട്ടുകൊടുക്കുകയും ഇന്ത്യ അവർ മതേതര രാഷ്ട്രമാക്കി നിലനിർത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് നമുക്ക് പാകിസ്ഥാനും ഇന്ത്യയും ഒന്ന് വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാക്കും, മതരാജ്യമായി നിലനിന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളും മതേതരത്വ റിപ്പബ്ലിക്കായി നിലനിന്നാൽ ഉണ്ടാകുന്ന നേട്ടവും. അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജ്യമാണ് എന്ന് നമുക്കറിയാം. അതിന് കാരണവും അംബേദ്കറും നെഹ്റുവും പട്ടേലും ഒക്കെ അന്നെടുത്ത ആ തീരുമാനങ്ങളായിരുന്നു എന്നത് ശ്ലാഘനീയമാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയായൊക്കെ ഉണ്ടാകുന്നത്, BJP എന്ന പേരിൽ ഉണ്ടാകുന്നത് 80കളിലാണ്, 1980കളിലാണ്. അത്രയ്ക്കെത്ര വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് അത് BJS ഒക്കെ ആയിട്ട് നിലനിന്നിരുന്നതാണെന്ന് നമുക്കറിയാം. എനിവേ, BJPയുടെ അടിസ്ഥാന ഉദ്ദേശവും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി BJP RSSന്റെ ചുവട് പിടിച്ച്, അല്ലെങ്കിൽ RSSന്റെ മറ്റൊരു മുഖമായി നിന്നുകൊണ്ട്
പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ BJPയോട് നിശ്ചയമായും ഒരു അകലം പെന്തക്കോസ്റ്റ് സൂക്ഷിക്കാനുള്ള സാധ്യത ഏറെയാണ്. രണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചിരുന്നു, BJPയോട് അല്പമെങ്കിലും അനുഭാവം തോന്നുന്നു എങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ നിരായുധീകരിക്കുന്നത് കൊണ്ടോ നിരോധിക്കുന്നത് കൊണ്ടോ ആണ്. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ ഒക്കെ നിരോധിച്ചതിന്റെ പുറകിൽ രാജ്യത്തിന്റെ സുരക്ഷിതത്വമോ ജനങ്ങളുടെ മാന്യതയോ അല്ലെങ്കിൽ ജനത്തിന്റെ സുരക്ഷിതത്വമോ ഭരണഘടനയുടെ നിലനിൽപ്പോ അല്ല എന്നും ഇവകളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് എന്നുമുള്ള സത്യത്തിലേക്കുള്ള തിരിച്ചറിവ് വോട്ട് കുറയ്ക്കുമെന്നതിന് സംശയം വേണ്ട. അടുത്ത് പ്രധാനമായും വോട്ട് വീഴാനുള്ള സാധ്യത കുറയുമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ്. ഭരണഘടനയെ മാറ്റുവാനുള്ള സാധ്യത, അതിന് പകരം വയ്ക്കുവാൻ മനുസ്മൃതി കൊണ്ടുവരുവാനുള്ള സാധ്യത, ഇതൊക്കെ നിശ്ചയമായും പെന്തക്കോസ്റ്റ് സമൂഹം നോക്കിക്കാണുന്നുണ്ട് എന്ന വസ്തുത വിസ്മരിക്കരുത്. ഭരണഘടന എടുത്തുമാറ്റി, അല്ലെങ്കിൽ ഇന്ത്യക്ക് അംബേദ്കർജി എഴുതി നൽകിയിരിക്കുന്ന ഭരണഘടന എടുത്തുമാറ്റി ഇന്ത്യക്ക് മനുസ്മൃതി കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം ഇസ്ലാമിക രാജ്യങ്ങളിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് പോലെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കിയത് ഇന്ന് എല്ലാ രാജ്യങ്ങളുടെയും നാശത്തിന് കാരണമായി. നിങ്ങൾ സിറിയ നോക്കൂ, ലബനൻ നോക്കൂ, ഈജിപ്റ്റ്, ജോർഡാൻ, ഇറാൻ, ഇറാഖ്, എല്ലാവരുടെയും ഗതി നോക്കൂ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, എല്ലാവരുടെയും ഗതി നോക്കൂ. അതോ ഗതി തന്നെയാണ്. അതിനേക്കാൾ ശോചനീയമായി മാറും ഇവിടെ മനുസ്മൃതി നടപ്പിലാക്കാൻ തയ്യാറായാൽ. അതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യത മങ്ങുന്നത് അവിടെയാണ്. രാജ്യം നല്ലൊരു മൂവ്മെന്റിലേക്ക് പോകുന്നതിന് പകരം മുന്നേക്ക് കുതിക്കാനുള്ള ഈ സമയം, മനോഹരമായ ഈ ഭരണഘടന കഴിവില്ലാത്ത ആൾക്കാരുടെ കരങ്ങളിൽ വന്നുപെടുകയും അത് രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും എന്ന തിരിച്ചറിവ് BJPക്ക് വോട്ടിടുന്നതിൽ നിന്ന് പിന്നാക്കം നടത്തുമെന്നതിന് സംശയം വേണ്ട. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ്, BJP ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യൻ ഭരണഘടനയെ അനുവദിക്കുന്ന ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആ റൈറ്റിന് എതിരെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുക്കുന്ന നിയമങ്ങൾ. എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം രാജ്യദ്രോഹ കുറ്റമായിട്ട് അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ മതപരിവർത്തനം പാടില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുകയും ഇന്ത്യ ഗവൺമെന്റ് ഓരോരുത്തരും ഏത് മതത്തിലും വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇതൊരു ഇരട്ടത്താപ്പ് പരിപാടിയാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നതാണോ നമ്മൾ ചെയ്യേണ്ടുന്നത്, ഓരോ സ്റ്റേറ്റ് എടുക്കുന്ന തീരുമാനമാണോ നമ്മൾ നോക്കേണ്ടത്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമത്തിനകത്തു നിന്നുകൊണ്ട് വേണം സ്റ്റേറ്റ് ഒരു നിയമം ഉണ്ടാക്കാൻ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന, നമുക്കെന്ന് പറഞ്ഞാൽ ഏതു മനുഷ്യനും ഏതു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അത് പ്രചരിപ്പിക്കുവാനും ആശയ സ്വാതന്ത്ര്യവും എല്ലാം മനുഷ്യന് നൽകിയിരിക്കുന്നതാണ്. അതൊരു രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് തോന്നുന്ന ഏതെങ്കിലും മതത്തോടുള്ള ചായ്വ് കാരണം മറ്റൊരു മതവും ഇവിടെ പാടില്ല എന്ന് പറയുന്നതും മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടുമെന്നും പറയുന്നത് ശരിക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ശരീഅത്ത് നിയമത്തിന്റെ മറ്റൊരു വികൃതമായ വേർഷൻ ആണെന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ശരീഅത്തിന് പകരം ഇവിടെ മനുസ്മൃതി നിലവിൽ വന്നാൽ നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ തകർന്നുടഞ്ഞതുപോലെ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാതെ സംസാരിക്കുവാനുള്ള നിർവാഹമില്ലാതെ മനുഷ്യൻ ഇവിടെ നശിച്ചു പോകുവാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടും ഓരോ സ്റ്റേറ്റുകൾ എടുത്തു വരുന്ന ഇത്തരത്തിലുള്ള വികൃതമായ നിയമങ്ങൾ കാരണം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ അല്ല, ആ അവകാശങ്ങൾ ഞങ്ങൾക്ക് പ്രയോഗിക്കുവാൻ കഴിയാതെ വരികയാണ്. ഇക്കാരണത്താൽ ഇത് കേരളത്തിൽ നടക്കുന്നില്ലല്ലോ.
കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആണ് മാറി മാറി ഭരിക്കുന്നത്. BJPക്ക് ഇവിടെ കാലുവെക്കാൻ നിലം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നിയമത്തിനകത്ത് ഒരു വൃത്തികേട് കാണിക്കുവാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പരമാർത്ഥം. ഞങ്ങൾക്ക് മോഡിയോട് പോലും അല്ലെങ്കിൽ അമിത്ഷായോട് പോലും ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പറയാൻ ഞങ്ങൾക്ക് അനുവാദം വേണം. യേശുവിന്റെ സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് അനുവാദം വേണം. മോദിക്ക് നാളെ ക്രിസ്ത്യാനിയാകാനോ ഇസ്ലാം ആകാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പോൾ ഇവകൾക്കുള്ള സ്വാതന്ത്ര്യം ലഭിക്കാതെ അവകളെ കൂച്ചുവിലങ്ങിടുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിൽ വന്നാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? അടുത്ത പ്രധാനപ്പെട്ട തമാശ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. പ്രണബ് മുഖർജി പണ്ട് RSSന്റെ ഏതോ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു പോലും ഖർവാപ്പസി നടത്താതിരുന്നു എങ്കിൽ ക്രിസ്ത്യാനികൾ ഇവിടെ ഏതാണ്ടോ രാജ്യത്തെ നശിപ്പിച്ചു കളയുമായിരുന്നു എന്ന് പറഞ്ഞു എന്ന് കേൾക്കുന്നു. അത് ഒരിക്കലും പ്രണബ് മുഖർജി അറിഞ്ഞതല്ല എന്ന കാര്യം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രണബ് മുഖർജി ജീവിച്ചിരുന്ന കാലത്ത് അയാളുടെ സംസാരത്തിലോ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലോ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലോ പോലും ക്രൈസ്തവനെതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർ ഭീകരവാദികളാണെന്ന തട്ടിൽ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി എടുത്തു കാണിക്കുവാൻ നേതാക്കന്മാരില്ലാത്തത് കൊണ്ട് അവർ ഗാന്ധിയെ കൊന്ന നഥുറാം വിനായക് ഗോഡ്സെയെയും കഴിയുമെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ വരെ BJPയുടെ അനുഭാവികളാക്കി അവതരിപ്പിക്കുവാൻ അവർ തയ്യാറാകുമെന്നതിന് സംശയമൊന്നും വേണ്ട. ഇത് ഇസ്ലാമികളുടെ ഒരു പഴയ അടവാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വരുന്നതോടുകൂടി ഇവർക്ക് മുഹമ്മദ് എന്ന വ്യാജ പ്രവാചകനെ കസേര കൊടുത്ത് ലൈനിൽ ഇരുത്താൻ കഴിയണമെങ്കിൽ അവർ ചെയ്തൊരു ഉഡായിപ്പ് യഹൂദന്റെയും ക്രൈസ്തവന്റെയും പ്രവാചകന്മാരെ മുഴുവൻ എടുത്തിട്ട് ഈ പ്രവാചകന്മാർ മുഴുവൻ ഞങ്ങളുടെ പ്രവാചകന്മാരാണ് എന്നും അത്രയും പ്രവാചകന്മാർ മാത്രമല്ല അതിന്റെ കൂടെ ഈ ഒരു പ്രവാചകൻ കൂടി ഉണ്ട് എന്നും പറഞ്ഞ് മുഹമ്മദിനെ കൂടി അവർ ആ ലൈനിൽ ഉൾപ്പെടുത്തി ആൾക്കാരെ കളിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേ പരിപാടി തന്നെയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റുതര രാഷ്ട്രീയ പാർട്ടികളിൽ രാജ്യത്തിന് ഗുണം ചെയ്തതും സമൂഹത്തിന് നേട്ടമുണ്ടാക്കിയതും രാജ്യത്തിന് നന്മയുണ്ടാക്കിയതുമായ ആൾക്കാരെ അവരുടെ ആൾക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരെല്ലാം അവരുടെ ആളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് കാത്തലിക്സും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുമാരെ ബൈബിളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പത്രോസ് ആദ്യത്തെ പോപ്പാണെന്ന് വരെ അവർ പ്രചരിപ്പിച്ചു കളഞ്ഞു. പത്രോസ് റോം കണ്ടിട്ട് പോലുമില്ല എന്ന വസ്തുത ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഇതുപോലെ കളിപ്പീര് പരിപാടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യാറുണ്ട്, മതക്കാർ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് അസത്യമാണ് അവർ പറയുന്നതെന്നറിയാം. അവർക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതും അസത്യമാണ്. അതുകൊണ്ട് അവർ ഈ അസത്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പ്രണബ് മുഖർജി പറഞ്ഞിട്ടില്ലെങ്കിലും പ്രണബ് മുഖർജി അവരുടെ ഒരു ആളാക്കി മാറ്റേണ്ടതിനു വേണ്ടി അവർ ഇത്തരത്തിലുള്ള കഥ പണിതുണ്ടാക്കിയതാണ്. ഇത് നാട്ടുകാർക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇനി കേരളത്തിലെ പെന്തക്കോസ്റ്റുകാരൻ BJPയെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് എടുത്തു പറയാൻ കാരണം പെന്തക്കോസ്റ്റുകാര് മാത്രമാണ് യേശു ഞങ്ങളെ ഏൽപ്പിച്ച മഹാദൗത്യം ചെയ്യുന്നവർ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു രക്ഷകനാണ് എന്നും മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള സത്യം ലോകജനത്തോട് വിളിച്ചു പറയുന്നത് പെന്തക്കോസ്റ്റുകാര് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കേട്ട് കാര്യം തിരിച്ചറിയുന്ന ജനം വിശ്വസിക്കുന്നു, അവർ രക്ഷിക്കപ്പെടുന്നു, അവരെ സ്നാനപ്പെടുത്തുന്നു, അവരെ നിത്യതയ്ക്കൊരുക്കുന്നു. കേൾക്കാത്തവരെ ആരെയും വരട്ടാനും പോയിട്ടില്ല, കേൾക്കാത്തവരെ ആരെയും വേണ്ട എന്ന് പറഞ്ഞ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനത്തിനായി പോയിട്ടുമില്ല. ആർക്കും ചീപ്പും സൂപ്പും കൊടുത്ത് മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും വിരട്ടി മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് രക്ഷകനായ യേശുക്രിസ്തുവിനെ മാനവകുലത്തിന് പരിചയപ്പെടുത്തുക എന്ന മഹാദൗത്യം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നവരെ മാത്രമേ ഞങ്ങൾ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളൂ. എന്നാൽ കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ ക്രിസ്മസിന് പാലക്കാടും മറ്റുതര ഇടങ്ങളിലും കരോള് പിടിച്ചു നിർത്തിയെന്നും അവരെ പറഞ്ഞു തിരിച്ചയച്ചു എന്നുമൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടായി. അതിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അപലപിച്ചു എന്നും പറയുന്നത് കേട്ടു.
കേരളത്തിൽ ഇവർ അപലപിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഗതി അതല്ല. കേരളത്തിലെ BJP നേതൃത്വം അങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്നും അവകൾ മോശമായി പോയി എന്നും പറയുമ്പോൾ ഇന്ത്യയുടെ കണ്ടീഷൻ അതല്ല. മോഡി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അമിത്ഷാ അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തുന്നതായി നമ്മൾ കാണുന്നില്ല. കാരണം ഇവരെല്ലാവരും ഈ സുവിശേഷം അറിയിക്കുന്നതിനെ എതിർക്കുക തന്നെയാണ്. ജനം അവർക്ക് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിനെ ഇവർ എതിർക്കുക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ കഴിഞ്ഞ ദിവസം 2 ന്യൂസുകളാണ് ലഭിച്ചത്. ഒന്ന്, പാസ്റ്ററുടെ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതിക്കാതെ വർഗീയവാദികൾ. ക്രിസ്ത്യൻ ലൈവിൽ വന്നതാണ്. 21 ജാനുവരി 2025 വാർത്തയാണ്. ക്രിസ്ത്യൻ ബസ്തർ എന്ന സ്ഥലത്താണ് ക്രിസ്ത്യൻ പാസ്റ്ററുടെ മൃതദേഹം പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള അനുമതി ഹിന്ദുത്വ സംഘടനകളും ഗ്രാമവാസികളും നിഷേധിച്ചു. ഛത്തീസ്ഗഡ് ബസ്തർ ജില്ലയിലെ ചിന്ദ്വാഡ ഗ്രാമത്തിലാണ് സംഭവം. പാസ്റ്റർ സുഭാഷ് ബാഗേലിന്റെ മൃതദേഹം കഴിഞ്ഞ 12 ദിവസമായി മോർച്ചറിയിലാണ്. തുടർന്ന് പാസ്റ്ററുടെ മകൻ രമേശ് ബാഗേൽ സുപ്രീം കോടതിയെ സമീപിച്ചു. BJP നയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയതയ്ക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനമുയർത്തി. മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാത്ത നടപടിയിൽ ജസ്റ്റിസുമാരായ BV നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് നടുക്കം പ്രകടിപ്പിച്ചു. മകന്റെ ഹർജി തള്ളിയ ഛത്തീസ്ഗഡ് ഹൈക്കോടതി പോലും പ്രശ്നത്തിന്റെ ഗൗരവം ശരിയായി മനസ്സിലാക്കില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ഈ മാസം 7-നാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സുഭാഷ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരിച്ചത്. ക്രിസ്ത്യാനിയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യാനും അന്ത്യകർമ്മങ്ങൾ നടത്താനും അനുവദിക്കില്ലെന്നൊരു വിഭാഗം ആളുകൾ ഭീഷണി മുടക്കിയതോടെ മകൻ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഗ്രാമത്തിലെ ക്രമസമാധാന നില തകരാറിലാവില്ലെന്നും സുഭാഷ് ബാഗേലിന്റെ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കണം എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. രമേശ് ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. 3 തലമുറകളായി തന്റെ കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിലാണെന്നും രമേശ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. മതപരമായ വിവേചനത്തിന്റെ ഉദാഹരണമാണ് സംഭവമെന്ന് രമേശിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. ഛത്തീസ്ഗഡ് പഞ്ചായത്ത് പ്രൊവിഷൻ ചട്ടം 2021 രൂപീകരിച്ചതിന് ശേഷം ബസ്തർ ജില്ലയിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിഷേധത്തെ തുടർന്ന് വീട്ടിൽ കുഴികുത്തി സംസ്കരിക്കാനായി കുടുംബം തീരുമാനിച്ചു. ഇതിനെയും ഒരു വിഭാഗം ഗ്രാമീണർ എതിർത്തു. ഗ്രാമത്തിൽ ക്രിസ്ത്യാനിയുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു നിലപാട്. ഇവർ കുടുംബത്തെ കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായി. ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. പക്ഷേ മൃതദേഹം എത്രയും വേഗം ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോകണമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചാൽ കേസെടുക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തി. തുടർന്നാണ് രമേശ് ബാഗേൽ നിയമ പോരാട്ടം നടത്തിയത്. അപ്പൊ കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതാണ് ഛത്തീസ്ഗഡിന്റെ കണ്ടീഷൻ. ഇന്ത്യയിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇത്തരത്തിൽ നമ്മളെ ഒരു സ്റ്റേറ്റിൽ ക്രിസ്ത്യാനിയുടെ മൃതദേഹം പോലും ഒരു ഗ്രാമത്തിൽ സംസ്കരിക്കാൻ കഴിയില്ല എന്ന് പറയണമെങ്കിൽ അതിനുള്ള ധൈര്യം കിട്ടുന്നത് BJP ഭരിക്കുന്ന സ്ഥലത്ത് നിന്നല്ലാതെ വേറെ എവിടെ നിന്നാണ്? അതിന് മൗനാനുവാദവും അതിനുള്ള മറ്റിതര ഒത്താശകളും ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനമല്ലാതെ മറ്റാരാണ്? അപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയല്ല ഇവരുടെ ഉദ്ദേശമെന്നും ഭരണഘടനയുടെ ഉയർത്തിപ്പിടിക്കലും അതിന്റെ നടപ്പിലാക്കലുമല്ല ഇവരുടെ ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി വ്യക്തമാണ്. ഇതിന് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ക്രൈസ്തവന്റെ വീട് കയറി ക്രിസ്മസ് കേക്ക് വിതരണം കേരളത്തിൽ നടക്കില്ല. നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ നടന്നെന്നിരിക്കും. കാരണം ജനത്തിന് എഴുത്തും വായനയും അറിയാൻ മേലാത്തത് കൊണ്ട്. മറ്റൊരു കാര്യം അതുപോലെ തന്നെയാണ്. UP-യിലാണെന്നാണ് എന്റെ വിശ്വാസം. സുവിശേഷ സാഹിത്യം വിതരണം ചെയ്തതിനോടനുബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ട്രാക്ട് കൊടുത്തത് കൊണ്ട് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഭാര്യയ്ക്കും 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. എങ്ങനെ ഇരിക്കുന്നു നോക്കൂ. ട്രാക്ട് കൊടുത്തത് കൊണ്ട്. ഇവിടെ രാജ്യദ്രോഹം ചെയ്തവന് പിഴയില്ല.
ഇവിടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവന്റെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അടികളും കൊലപാതകങ്ങളും എന്തെല്ലാം പരിപാടികൾ ഇവിടെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. മദ്യം തെറ്റാണെന്നും അതിൽ നിന്നും മടങ്ങി വരണമെന്നും പാപത്തിൽ നിന്ന് ജനം പിന്നോക്കം തിരിയണമെന്നും ജനം കർത്താവിങ്കലേക്ക് തിരിയണമെന്നും മാനവകുലത്തിന് രക്ഷ കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊടുത്ത് മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുന്നതും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതുമായ സുവിശേഷത്തിന്റെ പ്രതി കൊടുത്തതിന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ചുമത്തിയ ഇന്ത്യയിലെ BJP സർക്കാരിന് ഞങ്ങൾ വോട്ട് ചെയ്യണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് കസേര തരൂ എന്ന് പറയുന്നവർക്ക് രാജ്യത്തെ നശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് വോട്ട് കൊടുക്കണം എന്നാണോ നിങ്ങൾ ഈ കരുതുന്നത്? അവകൾക്കും കൂടി ചൂട്ടുപിടിക്കാൻ പെന്തക്കോസ്തുകാരെ കൊണ്ടാവില്ല എന്ന വസ്തുതയാണ് എനിക്ക് ഇന്ന് ഓർപ്പിക്കുവാനുള്ളത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി എല്ലാ ക്രൈസ്തവരെയും അല്ലെങ്കിൽ എല്ലാ സുവിശേഷകരെയും കാരാഗ്രഹത്തിൽ അടച്ചാലും നിങ്ങൾക്ക് ഈ രാജ്യത്തെ ദൈവമക്കളെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നത് ഉറപ്പാണ്. ദൈവമക്കളെ അല്ലെങ്കിൽ ക്രൈസ്തവനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമായിരുന്നു എങ്കിൽ അതിന് സാധ്യതയുണ്ടായിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അടക്കിയതിന് ശേഷം യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ റോമൻ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്ര വെച്ച് മുദ്രണം ചെയ്തിരുന്നതാണ്. അന്ന് ക്രിസ്തു ഉയർക്കാതിരിക്കാൻ റോമൻ ഗവൺമെന്റ് കാവൽ വെച്ചിരുന്ന ആ ഘട്ടത്തിൽ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് പോകാൻ അനുവദിക്കാതിരിക്കത്തക്ക നിലയിൽ റോമൻ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ അന്ന് കഴിഞ്ഞിരുന്നു എങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. ആ ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യത്തിന് ചെയ്യാൻ കഴിയാത്തത് ഭാരതത്തിനോ ഇന്ന് ഉലകത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനോ കഴിയുമെന്ന് കരുതുന്നു എങ്കിൽ അത് അമ്പേ തെറ്റാണ്, അത് പരാജയമാണ്. നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും നിത്യതയ്ക്ക് പോകുവാനും ഒരുങ്ങി തന്നെയാണ് യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ജനം തയ്യാറായി നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും പിന്നോട്ടടിക്കാനോ അവരെ ഒന്നും നശിപ്പിക്കുവാനോ കാരാഗ്രഹത്തിലിട്ട് ഇല്ലായ്മ ചെയ്യാനോ കഴിയുമെന്ന് കരുതുകയേ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരാഗ്രഹങ്ങളിൽ നിങ്ങൾ 5 കൊല്ലം കഠിന തടവിനും 25,000 രൂപ പിഴയും അടച്ചിടുന്ന ഈ ദൈവദാസന്മാർ പുറത്തുള്ള സുവിശേഷ വേലയേക്കാൾ അകത്തവരെ കൊണ്ട് കർത്താവ് ജനത്തെ വിടുവിപ്പിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ജയിലറന്മാരുടെ മാനസാന്തരത്തിന് കാരണമായിട്ടുള്ളതാണ് ഈ സുവിശേഷം. പൗലോസ്ലീഹനെയും ശീലാസിനെയും കാരാഗ്രഹത്തിന്റെ അകത്തെ ഇരുട്ടിൽ കൊണ്ട് കാലും കൈയും പൂട്ടി, കൈകൾ ചങ്ങലക്കിട്ടും കാലാമത്തിലിട്ടും പൂട്ടി അനങ്ങാൻ മേലാതെ കിടത്തിയെടുത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കി മാറ്റി കാരാഗ്രഹത്തിന്റെ പ്രമാണിയെ അയാളുടെ കുടുംബത്തോടടക്കം സ്നാനപ്പെടുത്തി കർത്താവിനോട് ചേർപ്പിച്ച് നിത്യതയ്ക്കൊരുക്കിയതാണ് യേശുവിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തെ തടസ്സം ചെയ്യാൻ കാരാഗ്രഹത്തിലെ കാരിരുമ്പിനോ അവകളുടെ മതിൽക്കെട്ടുകൾക്കോ കഴിയില്ല എന്ന വസ്തുത തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ദൈവദാസന്മാരെയും ദാസിമാരെയും പിഴകൾ ചുമത്തിയും കേസുകൾ ചുമത്തിയും അവരെ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് ഒരുപാട് തീവ്രവാദികളുടെ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ക്രിമിനലുകളുടെ മാനസാന്തരത്തിനിടയാകുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. കർത്താവായ യേശുക്രിസ്തു പോലും പീലാത്തോസിന്റെ അരമനയിലേക്ക് ശിക്ഷ ഏറ്റുവാങ്ങുവാൻ കാലെടുത്തു വെക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് കാരാഗ്രഹത്തിൽ ദീർഘനാളുകളായി കിടന്ന കൊടും ക്രിമിനലായിരുന്ന ബറബാസിന്റെ റിലീസായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ കർത്താവിനെ അനുഗമിക്കുന്ന ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിങ്ങൾ കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കാരാഗ്രഹത്തിനകത്തും മരണം പ്രതീക്ഷിച്ച് കിടന്ന ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കുവാൻ വകുപ്പില്ലാതെ കിടക്കുന്ന 100 കണക്കിന് ജനത്തിന് യേശുവിനെ കാണുവാൻ കാരണമാകുമെന്നതിന് സംശയം വേണ്ട. അത്തരത്തിലുള്ള വസ്തുതകൾ ഭരണാധികാരികളായ നിങ്ങളെയും മാനസാന്തരത്തിലേക്ക് നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മുടെ ഭാരതത്തെയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.